അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എന്താണ്? ആപ്ലിക്കേഷൻസ് ഓഫ് ഇലക്ട്രോ കെമിക്കൽ സീരീസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ലാസ്റ്റ് നമ്മൾ എന്താ പറഞ്ഞത്? ആപ്ലിക്കേഷൻ ഓഫ് ഇലക്ട്രോ കെമിക്കൽ സീരീസ് ആണ് നമ്മൾ പറഞ്ഞത്. ലാസ്റ്റ് എന്താ പറഞ്ഞത്? ഇതാണ് നമ്മൾ ലാസ്റ്റ് പറഞ്ഞത് അല്ലേ? ക്യാൻ വി കീപ്പ് സിൽവർ നൈട്രേറ്റ് ഇൻ എ ബോട്ടിൽ മെയ്ഡ് ഓഫ് കോപ്പർ? സൂക്ഷിക്കാൻ പറ്റൂല. കാരണം എന്താണ്? കോപ്പറിന്റെ റിഡക്ഷൻ പൊട്ടൻഷ്യൽ കുറവും സിൽവറിന്റെ കൂടുതലുമാണ്. അപ്പോൾ സൂക്ഷിക്കാൻ പറ്റൂല. നോ. ഇതിന്റെ റീസൺ ഒക്കെ ഇത്, പിന്നെ റിയാക്ഷൻ, ഇതുവരെയാണ് നമ്മൾ പറഞ്ഞത്. ഇനി അടുത്തത് നേരെ തിരിച്ച് നോക്കിയാണ്. ക്യാൻ വി കീപ്പ് കോപ്പർ സൾഫേറ്റ് ഇൻ എ ബോട്ടിൽ ഓഫ് സിൽവർ? നേരത്തെ പറഞ്ഞത് എന്താണ്? ക്യാൻ വി കീപ്പ് സിൽവർ നൈട്രേറ്റ് ഇൻ എ ബോട്ടിൽ ഓഫ് കോപ്പർ എന്നാണ് പറഞ്ഞത്. ഇവിടെ നേരെ തിരിച്ച് ക്യാൻ വി കീപ്പ് കോപ്പർ സൾഫേറ്റ് ഇൻ എ ബോട്ടിൽ മെയ്ഡ് ഓഫ് സിൽവർ? സിൽവറിന്റെ പാത്രത്തിൽ കോപ്പർ സൾഫേറ്റ് സൂക്ഷിക്കാൻ പറ്റുമോ ഇല്ലേ എന്നാണ് നമ്മളോട് ചോദിച്ചത്. കഴിയുമോ ഇല്ലേ എന്നാണ് ചോദിച്ചത്. നമുക്ക് നോക്കാം. അപ്പം നോക്കേണ്ടത്, ഇങ്ങനെ ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ നോക്കേണ്ടത് പാത്രത്തിന്റെ റിഡക്ഷൻ പൊട്ടൻഷ്യൽ കൂടുതലാണോ കുറവാണോ എന്ന് നോക്കുക. സിൽവർ പാത്രമാണ്. ഈ സിൽവർ പാത്രത്തിന്റെ റിഡക്ഷൻ പൊട്ടൻഷ്യലും കോപ്പർ സൾഫേറ്റിലെ കോപ്പർ മെറ്റലിന്റെ റിഡക്ഷൻ പൊട്ടൻഷ്യലും നോക്കാം. അപ്പൊ സിൽവറിന്റെ റിഡക്ഷൻ പൊട്ടൻഷ്യൽ കുറവാണെന്ന് ഇരിക്കുക, കോപ്പറിന്റെ കൂടുതലാണെങ്കിൽ സൂക്ഷിക്കാൻ പറ്റൂല. ഇവിടെ നമുക്കറിയാം, ഇലക്ട്രോ കെമിക്കൽ സീരീസ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും സിൽവറിന്റെ റിഡക്ഷൻ പൊട്ടൻഷ്യൽ കൂടുതലാണ്. അതാണ് ഞാൻ പറഞ്ഞ ആ സീരീസ് പഠിക്കണം ആ ഓർഡർ. സിൽവറിന്റെ റിഡക്ഷൻ പൊട്ടൻഷ്യൽ കൂടുതലും കോപ്പറിന്റെ കുറവുമാണ്. അതുകൊണ്ട് എന്ത് നടക്കൂല? സിൽവർ കോപ്പറിന് ഇലക്ട്രോൺ കൊടുക്കൂല. സിൽവറിന്റെ റിഡക്ഷൻ പൊട്ടൻഷ്യൽ കൂടുതലാണ്. അപ്പൊ റിഡക്ഷൻ പൊട്ടൻഷ്യൽ കൂടുതലാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്സിഡേഷൻ പൊട്ടൻഷ്യൽ കുറവാണ്. അപ്പോൾ ഓക്സിഡേഷൻ പൊട്ടൻഷ്യൽ സിൽവറിന് കുറവായതുകൊണ്ട് ഓക്സിഡേഷൻ പൊട്ടൻഷ്യൽ കൂടുതലായ കോപ്പറിന് ഇലക്ട്രോൺ കൊടുക്കൂല കേട്ടോ. അപ്പൊ നമ്മളോട് ചോദിച്ചാൽ അതല്ല ചോദിച്ചത്, സൂക്ഷിക്കാൻ പറ്റുമോ? അപ്പൊ സിൽവർ എന്ത് ചെയ്യില്ല, കോപ്പറിന് ഇലക്ട്രോൺ കൊടുക്കൂല. അപ്പൊ കൊടുക്കാത്തതുകൊണ്ട് നമുക്ക് സൂക്ഷിക്കാൻ പറ്റും. യെസ്. പിന്നെ നേരത്തെ പോലെ ഇതാ, മെറ്റൽ വിത്ത് ലോ റിഡക്ഷൻ പൊട്ടൻഷ്യൽ ക്യാൻ ഡിസ്പ്ലേസ് another metal with high standard reduction potential. The standard reduction potential of silver is higher than that of copper. Lower than that of copper ആണെങ്കിൽ സൂക്ഷിക്കാൻ പറ്റില്ല. So silver will not displace copper from copper sulfate solution. Therefore, we can keep copper sulfate in a bottle made of silver. Okay. അപ്പോൾ റിയാക്ഷൻ എന്താണ്? നടക്കൂല. അപ്പൊ സൂക്ഷിക്കാൻ പറ്റും എന്ന് പറഞ്ഞാൽ റിയാക്ഷൻ നടക്കൂല. Ag പ്ലസ് കോപ്പർ സൾഫേറ്റ്. അപ്പൊ കോപ്പർ സൾഫേറ്റിലെ കോപ്പറിനെ ഡിസ്പ്ലേസ് ചെയ്യണമെങ്കിൽ സിൽവർ ഇലക്ട്രോൺ കൊടുക്കണം. പക്ഷെ സിൽവറിന് ഇലക്ട്രോൺ കൊടുക്കാൻ കഴിയില്ല. കാരണം അതിന്റെ റിഡക്ഷൻ പൊട്ടൻഷ്യൽ കൂടുതലാണ്. റിഡക്ഷൻ പൊട്ടൻഷ്യൽ കൂടുതലാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്സിഡേഷൻ പൊട്ടൻഷ്യൽ കുറവാണ് കേട്ടോ. അതുകൊണ്ട് ഇലക്ട്രോൺ കൊടുക്കൂല. അപ്പൊ റിയാക്ഷൻ നടക്കൂല. ഓക്കെ. ഇനി ഇതേപോലത്തെ ഒരു ക്വസ്റ്റ്യൻ. ക്യാൻ വി കെപ്റ്റ് ഗോൾഡ് നൈട്രേറ്റ് ഇൻ എ വെസൽ മെയ്ഡ് ഓഫ് അയൺ? Can we kept gold nitrate in a vessel made of iron? അയൺ പാത്രത്തിൽ ഗോൾഡ് നൈട്രേറ്റ് വെക്കാൻ പറ്റുമോ ഇല്ലേ, സൂക്ഷിക്കാൻ പറ്റുമോ ഇല്ലേ എന്നാണ് ചോദിച്ചത്. നമ്മൾ നോക്കേണ്ടത് അയണിന്റെ റിഡക്ഷൻ പൊട്ടൻഷ്യലും ഗോൾഡിന്റെ റിഡക്ഷൻ പൊട്ടൻഷ്യലും നോക്കുക. അപ്പൊ നമുക്ക് മനസ്സിലാവും അയണിന്റെ റിഡക്ഷൻ പൊട്ടൻഷ്യൽ കുറവും ഗോൾഡിന്റെ കൂടുതലുമാണ്. അതിന്റെ മീനിങ് എന്താണ്? അയണിന്റെ റിഡക്ഷൻ പൊട്ടൻഷ്യൽ കുറവാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയണിന്റെ ഓക്സിഡേഷൻ പൊട്ടൻഷ്യൽ കൂടുതലാണ്. അതുകൊണ്ട് എന്ത് ചെയ്യും? അത് അയണ് ഗോൾഡിന് ഇലക്ട്രോൺ കൊടുക്കും. അതുകൊണ്ട് സൂക്ഷിക്കാൻ പറ്റൂല. അപ്പൊ നോ എന്നാണ് ഇതിന്റെ. സൂക്ഷിക്കാൻ പറ്റൂല. കീപ്പ് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചില്ല. അപ്പൊ നമ്മുടെ ഇതാണ് മെറ്റൽ വിത്ത്. ഇതൊക്കെ എല്ലാ പ്രോബ്ലത്തിലും ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് സെയിം ആണ്. മെറ്റൽ വിത്ത് ലോ സ്റ്റാൻഡേർഡ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ ക്യാൻ ഡിസ്പ്ലേസ് അനദർ മെറ്റൽ വിത്ത് ഹൈ സ്റ്റാൻഡേർഡ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ.
The standard reduction potential of iron is lower than that of gold. The standard reduction potential of iron lower ആണ്, അതുകൊണ്ട് സൂക്ഷിക്കാൻ പറ്റും. lower than that of gold, so iron will displace gold from gold nitrate solution. Therefore we cannot keep gold nitrate in a bottle made of iron. ഓക്കെ, അപ്പോൾ ആ റിയാക്ഷൻ ഏതാണ്? സൂക്ഷിക്കാൻ പറ്റൂലല്ലോ. സൂക്ഷിക്കാൻ പറ്റൂല എന്ന് അങ്ങനത്തെ ഒരു റിയാക്ഷൻ നടക്കും. അപ്പം അയൺ എന്ത് ചെയ്യും? ഗോൾഡിന് ഇലക്ട്രോൺ കൊടുക്കും. അപ്പം ഗോൾഡ് എന്ത് ചെയ്യും? ഇവിടുന്ന് പോവും. ഗോൾഡ് എങ്ങനെ പോവുക? AU പ്ലസ് ആയിട്ടാണ് ഇവിടെ ഉള്ളത്. അപ്പം AU പ്ലസ് ഇലക്ട്രോൺ സ്വീകരിച്ച് കഴിഞ്ഞാൽ AU ആയി മാറും. അപ്പം AU ആയി മാറിക്കഴിഞ്ഞാൽ അത് സോളിഡായി. അപ്പം പിന്നെ നൈട്രേറ്റിൻ്റെ കൂടെ നിൽക്കില്ല കേട്ടോ. അപ്പം ആ സ്ഥാനത്ത് ആര് വരും? Fe വരും. അതല്ലേ, FeNO3 പ്ലസ് 2AU. ഇത് ബാലൻസ് ചെയ്യുമ്പോൾ അങ്ങനെ വരുന്നതാണ്. രണ്ട് ഭാഗത്തും ഒരേ നമ്പർ ആറ്റമാണ്. ഓക്കെ, ഇനി നേരെ തിരിച്ച് കേട്ടോ. തിരിച്ചുള്ള പ്രോബ്ലം. ക്യാൻ ബി കെപ്റ്റ് അയൺ സൾഫേറ്റ് ഇൻ എ വെസൽ മേഡ് ഓഫ് കോപ്പർ. കോപ്പർ പാത്രത്തിൽ നേരത്തെ അയൺ പാത്രത്തിൽ നിന്നാണ് പറഞ്ഞത്. നേരത്തെ അയൺ പാത്രത്തിൽ നിന്നാണ് പറഞ്ഞത്. ഇവിടെ കോപ്പർ പാത്രത്തിൽ അയൺ സൾഫേറ്റ് സൂക്ഷിക്കാൻ പറ്റുമോ ഇല്ലേ എന്നാണ് ചോദിച്ചത്. സൂക്ഷിക്കാൻ പറ്റുമോ ഇല്ലേ എന്നാണ് ചോദിച്ചത്. സൂക്ഷിക്കാൻ പറ്റുമോ? കോപ്പർ അയണും നോക്കുക. കോപ്പറിന്റെ റിഡക്ഷൻ പൊട്ടൻഷ്യൽ എന്താണെന്ന് അറിയുന്നു. കോപ്പറും അയൺ അല്ല, ഇവിടെ എങ്ങനെയാണ്? കോപ്പറും അയൺ. അപ്പം ഇവിടെ ഗോൾഡിന്റെ കാര്യമാണ് പറഞ്ഞത്. ഗോൾഡും അയണാണ്. ഇവിടെ കോപ്പറും അയൺ സൾഫേറ്റും. അപ്പൊ കോപ്പർ പാത്രത്തിൽ അയൺ സൾഫേറ്റ് സൂക്ഷിക്കാൻ പറ്റുമോ ഇല്ല എന്നാണ് നമ്മൾ ചോദിച്ചത്. സൂക്ഷിക്കാൻ പറ്റുമോ? അപ്പൊ നമ്മൾ നോക്കേണ്ടത് കോപ്പറിന്റെ റിഡക്ഷൻ പൊട്ടൻഷ്യലും അയണിന്റെ റിഡക്ഷൻ പൊട്ടൻഷ്യലും നോക്കുക. അപ്പൊ കോപ്പറിന്റെ റിഡക്ഷൻ പൊട്ടൻഷ്യൽ കുറവാണെങ്കിൽ സൂക്ഷിക്കാൻ പറ്റില്ല. അയണിനായിട്ടും കുറവാണെങ്കിൽ. കോപ്പറിന്റെ റിഡക്ഷൻ പൊട്ടൻഷ്യൽ I ആണ്, അയണിന്റെ കുറവുമാണ്. അതുകൊണ്ട് സൂക്ഷിക്കാൻ പറ്റും കേട്ടോ. യെസ്. A metal with low standard reduction potential can displace another metal with high standard reduction potential. ഇതെല്ലാ പ്രോബ്ലത്തിലും നമ്മൾ ഇതേ സെന്റൻസ് ആണ് പറഞ്ഞത് കേട്ടോ. എന്താ ഇത്? The standard reduction potential of copper is higher ആണ്, lower ആണ് that of iron. So copper will not displace iron from iron sulfate solution. Therefore we can keep iron sulfate in a bottle made of copper. അതുകൊണ്ട് സൂക്ഷിക്കാൻ പറ്റും. അതുകൊണ്ട് അതിൻ്റെ അർത്ഥം റിയാക്ഷൻ നടക്കൂല എന്നാണ്. ഇവിടെ നോക്കിയാൽ കോപ്പർ അയൺ ഇലക്ട്രോണിനെ കൊടുക്കുമോ? ഇലക്ട്രോണിനെ കൊടുത്തു കഴിഞ്ഞാൽ അയൺ സൾഫേറ്റിൽ അയൺ Fe2+ ആയിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ Fe2+ന് കോപ്പർ ഇലക്ട്രോൺ കൊടുത്തു കഴിഞ്ഞാൽ Fe2+ Fe ആയി മാറും. Fe ആയി മാറിക്കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യും? അത് സോളിഡ് ആയിട്ട് മാറും. പകരം ആര് വരും? കോപ്പർ വരും. പക്ഷെ കോപ്പർ 2+ ഇവിടെ എത്തും. എന്നിട്ട് കോപ്പർ സൾഫേറ്റ് ആയി മാറും. പക്ഷെ കോപ്പർ എന്ത് ചെയ്യില്ല? അയൺ ഇലക്ട്രോൺ ഇവിടെ കൊടുക്കൂല. കാരണം അതിന്റെ റിഡക്ഷൻ പൊട്ടൻഷ്യൽ കൂടുതലാണ്. അതായത് ഓക്സിഡേഷൻ പൊട്ടൻഷ്യൽ കുറവാണ്. ഓക്സിഡേഷൻ പൊട്ടൻഷ്യൽ കുറവാണ്. ഇലക്ട്രോൺ കൊടുക്കാനുള്ള കഴിവ്, അയണിന് ഇലക്ട്രോൺ കൊടുക്കാനുള്ള കഴിവ് കോപ്പറിനില്ല കേട്ടോ. അപ്പം ഇങ്ങനെ ഇരുട്ട് നോ റിയാക്ഷൻ തന്നെയാണ് കേട്ടോ. അതിനൊരു മാർക്ക് ഉണ്ട്. പിന്നെ അടുത്ത ആപ്ലിക്കേഷൻ. അപ്പം 6ാമത്തെ ആപ്ലിക്കേഷനാണ് നമ്മൾ പറഞ്ഞത് കേട്ടോ. ടു പ്രെഡിക്റ്റ് വെദർ എ മെറ്റൽ ക്യാൻ ഡിസ്പ്ലേസ് അനദർ മെറ്റൽ ഫ്രം ഇറ്റ്സ് സൊല്യൂഷൻ എന്നാണ് പറഞ്ഞത്. 6ാമത്. അടുത്ത ടു ഫൈൻഡ് EMF ഓഫ് എ സെൽ വിത്തൗട്ട് കൺസ്ട്രക്റ്റിംഗ് ഇറ്റ്. ഒരു സെല്ല് ഉണ്ടാക്കാതെ തന്നെ ആ സെല്ലിന്റെ EMF നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഒരു സെല്ല് ഉണ്ടാക്കാതെ തന്നെ ആ സെല്ലിന്റെ EMF കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഒരു സെല്ല് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യം. പക്ഷെ അത് ഉണ്ടാക്കാതെ തന്നെ ആ സെല്ലിന്റെ EMF പറഞ്ഞാൽ ഇലക്ട്രോ മോട്ടീവ് ഫോഴ്സ്, അതായത് പൊട്ടൻഷ്യൽ ഡിഫറൻസ്. പൊട്ടൻഷ്യൽ ഡിഫറൻസും EMFും തമ്മിൽ ചെറുങ്ങനെ ഡിഫറൻസ് ഉണ്ട്. പക്ഷെ ഇവിടെ അതൊന്നും പ്രശ്നമല്ല. അപ്പോൾ എല്ലാ സെല്ലിനും ഒരു EMF ഉണ്ടാവും. ഇപ്പോൾ നമ്മൾ സെല്ലിന്റെ പുറത്ത് എഴുതിയിട്ടുണ്ട് 1.5 വോൾട്ട്, 2 വോൾട്ട്, 12 വോൾട്ട് എന്നൊക്കെ എഴുതിയിട്ടും. അതാണ് EMF. അപ്പോൾ ഒരു സെല്ല് ഉണ്ടാക്കാതെ തന്നെ ഇലക്ട്രോ കെമിക്കൽ സീരീസ് അറിഞ്ഞു കഴിഞ്ഞാൽ, ഇലക്ട്രോ കെമിക്കൽ സീരീസിൽ എന്താ ഉള്ളത്? സ്റ്റാൻഡേർഡ് റിഡക്ഷൻ പൊട്ടൻഷ്യലാണ്. അത് അറിഞ്ഞു കഴിഞ്ഞാൽ തന്നെ, അത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് സെല്ല് ഉണ്ടാക്കാതെ തന്നെ ആ സെല്ല് ഉണ്ടാക്കി കഴിഞ്ഞാൽ സെല്ല് വർക്ക് ചെയ്യുമോ അല്ലെങ്കിൽ അതിന്റെ EMF എത്രയെന്ന് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ EMF കാൽക്കുലേറ്റ് ചെയ്യാൻ ഒരു ഫോർമുല ഉണ്ട്. ഇതിന് നിങ്ങൾ കാണാൻ പഠിക്കണം.
അതിന്റെ ഡെറിവേഷൻ നമുക്ക് ആവശ്യമില്ല കേട്ടോ. EMF ഓഫ് എ സെൽ, അതിന് നമ്മൾ E0 സെൽ എന്നാ പറയാ. E0 എന്ന സ്റ്റാൻഡേർഡ് EMF ഓഫ് എ സെൽ എന്നാണ് അർത്ഥം കേട്ടോ. ഇവിടെ ഞാൻ EMF ഓഫ് എ സെൽ എന്നാണ് എഴുതിയത്. യഥാർത്ഥത്തിൽ ഇതിന്റെ സ്റ്റാൻഡേർഡ് EMF ഓഫ് എ സെൽ. എന്താ സ്റ്റാൻഡേർഡ് എന്ന് പറയാൻ കാരണം ടെമ്പറേച്ചറും പ്രഷറും സ്റ്റാൻഡേർഡ് ആയിരിക്കണം, റൂം ടെമ്പറേച്ചർ ആയിരിക്കണം, അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ ആയിരിക്കണം, അതാ ഉദ്ദേശിക്കുന്നത്. അപ്പൊ E0 സെല്ല് പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് EMF ഓഫ് എ സെല്ല് എന്നാണ് അതിന്റെ അർത്ഥം. ഈക്വൽ ടു E0 കാഥോഡ് മൈനസ് E0 ആനോഡാണ്. E0 കാഥോഡ് മൈനസ് E0 ആനോഡാണ് കേട്ടോ. E0 കാഥോഡ് മൈനസ് E0 ആനോഡ്, അതായത് സ്റ്റാൻഡേർഡ് റിഡക്ഷൻ പൊട്ടൻഷ്യലോ കാഥോഡ് മൈനസ് സ്റ്റാൻഡേർഡ് റിഡക്ഷൻ പൊട്ടൻഷ്യലോ ആനോഡ്. അപ്പൊ ഏത് സെല്ലിനും ഒരു EMF ഉണ്ടാവും, ഇലക്ട്രോ മോട്ടീവ് ഫോഴ്സ്, അതായത് ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടാവും, ഒരു പൊട്ടൻഷ്യൽ എനർജി ഡിഫറൻസ് ഉണ്ടാവും. അത് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? സ്റ്റാൻഡേർഡ് റിഡക്ഷൻ പൊട്ടൻഷ്യലോ കാഥോഡ് മൈനസ് സ്റ്റാൻഡേർഡ് റിഡക്ഷൻ പൊട്ടൻഷ്യലോ ആനോഡ് കേട്ടോ. പിന്നെ നമ്മൾ മുമ്പത്തെ ഒരു ആപ്ലിക്കേഷനിൽ പറഞ്ഞിട്ടുണ്ട്, രണ്ട് സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് തന്നു കഴിഞ്ഞാൽ അതിൽ ഏതാണ് ആനോഡായിട്ട് ആക്ട് ചെയ്യുക, ഏതാണ് കാഥോഡായി ആക്ട് ചെയ്യുക എന്ന് മുമ്പ് നമ്മൾ പറഞ്ഞത്. ഏതാണ് ആനോഡായിട്ട് ആക്ട് ചെയ്യുക? മെറ്റൽ വിത്ത് ലോ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ, മെറ്റൽ വിത്ത് ലോ സ്റ്റാൻഡേർഡ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ ആക്ട് ആസ് ആനോഡ്, ആൻഡ് മെറ്റൽ വിത്ത് ഹൈ സ്റ്റാൻഡേർഡ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ ആക്ട് ആസ് കാഥോഡ് എന്നാണ്. അത് നിങ്ങൾ അറിയണം, എന്നാലും ഇവിടെ സ്റ്റാൻഡേർഡ് റിഡക്ഷൻ പൊട്ടൻഷ്യലോ കാഥോഡും ആനോഡും നമുക്ക് എഴുതാൻ പറ്റും കേട്ടോ. അപ്പം ഇത് മാത്രം തന്നെ ചോദിക്കാറുണ്ട് എക്സാമിൽ. വാട്ട് ഈസ് EMF ഓഫ് ദ സെൽ, ഹൗ വിൽ യു കാൽക്കുലേറ്റ് EMF ഓഫ് എ സെൽ. അപ്പൊ ഇക്വേഷൻ എഴുതണം, അത് ഉപയോഗിച്ചിട്ട് പ്രോബ്ലം ഉണ്ടാവും കേട്ടോ. അപ്പൊ കാൽക്കുലേഷൻ ഓഫ് EMF ഇലക്ട്രോ മോട്ടീവ് ഫോഴ്സ്, അത് സ്മോൾ ലെറ്ററിലും എഴുതാറുണ്ട്, ക്യാപിറ്റലിലും എഴുതാറുണ്ട്. EMF പറഞ്ഞാൽ ഇലക്ട്രോ മോട്ടീവ് ഫോഴ്സ് കേട്ടോ. അപ്പൊ അതിന്റെ EMF എന്താണ്, അതിന്റെ ഡീറ്റെയിൽ ഒന്നും ഇവിടെ ആവശ്യമില്ല, നിങ്ങൾ പൊട്ടൻഷ്യൽ ഡിഫറൻസ് കൊടുത്താൽ മതി കേട്ടോ. അത് സ്റ്റാൻഡേർഡ് EMF ഓഫ് കാഥോഡ് മൈനസ് സ്റ്റാൻഡേർഡ് EMF ഓഫ് ആനോഡ് ആണ്. അങ്ങനെയാണ് കിട്ടുക. അപ്പൊ കാൽക്കുലേറ്റ് ദ EMF ഓഫ് ദി ഫോളോവിങ് സെൽസ് കേട്ടോ. അപ്പൊ ഒരു സെല്ല് തന്നിട്ടുണ്ട് കേട്ടോ, E0 Zn2 + Zn ഈക്വൽ ടു -76 വോൾട്ട്. ഇതെന്താണ്? സ്റ്റാൻഡേർഡ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ ഓഫ് സിങ്ക് ഇലക്ട്രോഡാണ്, അല്ലെങ്കിൽ സിങ്ക് ആറ്റാണ് കേട്ടോ. അത് തന്നിട്ടുണ്ട്. കോപ്പറിൻ്റെ തന്നിട്ടുണ്ട്, സ്റ്റാൻഡേർഡ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ ഓഫ് കോപ്പർ 0.34 വോൾട്ട്. ഇതെന്താണ്? ഡാനിയൽ സെല്ലാണ് അല്ലെ, സിങ്ക് ഇലക്ട്രോഡും കോപ്പർ ഇലക്ട്രോഡും അത് ഉപയോഗിച്ചിട്ടുള്ള ഒരു സെല്ലാണ് എന്ത്? ഡാനിയൽ സെൽ. അപ്പൊ ഡാനിയൽ സെല്ലിന്റെ EMF കാണാനാണ് പറഞ്ഞത്. അപ്പൊ എങ്ങനെ? അപ്പം ആദ്യം തന്നത് ഇത് ആൻസറിൽ ഗിവൺ തന്നത്, അതായത് നമുക്ക് അറിയുന്നത് എന്താണ്? ഇങ്ങനെ എഴുതാം, E0 Zn2 + Zn എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അർത്ഥം എന്താണ്? E0 എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് EMF എന്നാണ് അർത്ഥം. ആരുടെ? സിങ്ക് ഇലക്ട്രോഡിന്റെ. Zn2 + സിങ്ക് അത് -76, പിന്നെ കോപ്പർ ഇലക്ട്രോണിന്റെ തന്നിട്ടുണ്ട് 0.34 വോൾട്ട് കേട്ടോ. ഇനി നമ്മൾ ആ ഇക്വേഷൻ ഉപയോഗിക്കുക. എന്താണ്? സ്റ്റാൻഡേർഡ് EMF ഓഫ് ദ സെല്ല് എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് EMF ഓഫ് കാഥോഡ് മൈനസ് സ്റ്റാൻഡേർഡ് EMF ഓഫ് ആനോഡ്. അപ്പൊ ഇതിൽ ഏതാണ് കാഥോഡായിട്ട് ആക്ട് ചെയ്യുക? അത് മുമ്പത്തെ ഒരു അപ്ലിക്കേഷനിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഏതാണ് കാഥോഡായിട്ട് ആക്ട് ചെയ്യുക, ഏതാണ് ആനോഡായി ആക്ട് ചെയ്യുക എന്ന് വേറൊരു അപ്ലിക്കേഷനിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പൊ അതാദ്യം വായിക്കണം, എന്നാലേ മനസ്സിലാവും. അപ്പൊ ഇതിൽ ഏതാണ് കാഥോഡായി ആക്ട് ചെയ്യുക, ഏതാണ് ആനോഡായി ആക്ട് ചെയ്യുക? നമ്മൾ പറഞ്ഞിട്ടുണ്ട് ലോ റിഡക്ഷൻ പൊട്ടൻഷ്യൽ ഉള്ളതാണ് ആനോഡായി ആക്ട് ചെയ്യുക. ആനോഡിൽ എന്താണ് നടക്കുക? ഓക്സിഡേഷൻ ആണ് നടക്കുക. അപ്പൊ ആനോഡിൽ എന്താണ് നടക്കുക? E0 കാഥോഡ് മൈനസ് E0 ആനോഡ്. അപ്പൊ E0 ആനോഡ് ഇതിൽ ഏതാണ്? അപ്പോൾ ആനോഡിൽ എന്താ നടക്കുക? ഓക്സിഡേഷൻ ആണ് നടക്കുക. അപ്പൊ ലോ റിഡക്ഷൻ പൊട്ടൻഷ്യൽ ഉള്ളതാണ് ആനോഡായിട്ട് ആക്ട് ചെയ്യുക. കാരണം അതിന്റെ റിഡക്ഷൻ പൊട്ടൻഷ്യലാണ് കുറവ്. ലോ റിഡക്ഷൻ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ ഹയർ ഓക്സിഡേഷൻ പൊട്ടൻഷ്യൽ ആണ്. ഹയർ ഓക്സിഡേഷൻ പൊട്ടൻഷ്യൽ എന്തായിട്ട് ആക്ട് ചെയ്യുള്ളൂ? ആനോഡായി ആക്ട് ചെയ്യുള്ളൂ. കാരണം അവിടെ ഓക്സിഡേഷൻ ആണ് നടക്കുക. അപ്പോൾ സിങ്കിനാണ് ലോ റിഡക്ഷൻ പൊട്ടൻഷ്യൽ. അപ്പൊ ഇത് ആനോഡ്, ഇത് ഹയർ റിഡക്ഷൻ പൊട്ടൻഷ്യൽ, അപ്പൊ ഇത് കാഥോഡ്. ഓക്കെ, അപ്പൊ നമ്മൾ ഇതും കാഥോഡ് എന്താണ്? ഇതാണ് കോപ്പർ. അപ്പൊ കോപ്പറിന്റെ ഇതും മൈനസ്, പിന്നെ ഇതിൻ്റെ ഉള്ളിൽ ഇതിനൊരു മൈനസ് ഉണ്ട് കേട്ടോ, 0.76. അപ്പൊ ഈ മൈനസും പ്ലസ് ആയി മാറും. അപ്പൊ നമുക്ക് എന്താ 1.1 വോൾട്ട് കിട്ടും. ഇതാണ് എന്ത്? ഡാനിയൽ സെല്ലിന്റെ EMF, ഈ സെല്ലിന്റെ EMF.
അപ്പൊ മനസ്സിലായില്ലേ? ബാക്കി